പറയാം. ഞാൻ കവിത, ഞാൻ വിമൺ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ഓൺലി വിമൺസ്, അതായത് വനിതകളുടെ അസോസിയേഷനിൽ. അപ്പോൾ ഞങ്ങളുടെ വിമൺസ് അസോസിയേഷനിലെ ഒരു പ്രതിനിധിയാണ് ഈ പറയുന്ന ഇർഫാന. അതുപോലെ പല ഭിന്നശേഷി സംഘടനകളിൽ നിന്ന് വന്നിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാർക്കും നല്ല രീതിയിൽ, കാരണം ഞാൻ പ്രതീക്ഷയിൽ അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം പല ഹിയറിംഗ് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാർ ഈ സമൂഹത്തിൽ പല പല ഷോപ്പുകളും കടകളും അവരെ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ സംസാരിക്കാത്ത ആൾക്കാർക്ക് ഒരു സംരംഭം തുടങ്ങാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇങ്ങനൊരു സ്ത്രീയായ ഇവർക്കൊരു സംരംഭം തുടങ്ങാന്ന് പറ്റുന്നുള്ളതിൽ വലിയ സന്തോഷമായിരുന്നു ഇവർക്കും ഇവരെ ഹസ്ബൻഡിനും. നല്ലൊരു ഭാവി കണ്ടുകൊണ്ട് മാത്രം അവർ തുടങ്ങിയ ഈ ഒരു കട നല്ല രീതിയിൽ മുന്നോട്ട് പോകും. വലുതായി നല്ല രീതിയിൽ നല്ല കടകൾ എങ്കിലും ഉണ്ടാക്കാം എന്ന രീതിയിൽ കണ്ടിട്ട് ഇവരെ സ്വപ്നങ്ങളൊക്കെ തകർത്തുകൊണ്ടാണ് ഇവർ ഈ ഒരു പരിപാടി കാണിച്ചത്. ഇത്രയും മോശമായ രീതിയിലുള്ള പരിപാടി. RPWD 2016 ആക്ട് പ്രകാരം ഇതിൽ പല രീതിയിലുള്ള ശിക്ഷകളുമുണ്ട്. കാരണം ഇങ്ങനെ ഭിന്നശേഷിക്കാരായ ആൾക്കാരെ ഒന്ന് തൊട്ടാൽ പോലും നല്ല രീതിയിലുള്ള ശിക്ഷകളും നല്ല രീതിയിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ ജാമ്യം കിട്ടാത്ത വകുപ്പ് വരെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ആരാണ് പ്രതികൾക്ക് നല്ല രീതിയിലുള്ള ജാമ്യം കിട്ടാത്ത വകുപ്പുകളും കൊടുക്കണമെന്നും അതുപോലെ തന്നെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ കട വീണ്ടെടുക്കാൻ സാധിക്കണമെന്നും ഞങ്ങൾ നല്ല രീതിയിൽ എല്ലാ ദിവസവും സപ്പോർട്ടായിട്ട് ഇവരെ കൂടെ ഉണ്ടാവും എന്നും പറയുന്നു. താങ്ക് യു.